ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യം. വിധി പത്തനംതിട്ട സെഷൻസ് കോടതിയുടേത്. രാഹുൽ ജയിൽ മോചിതനാകുന്നത് 18 ദിവസങ്ങൾക്ക് ശേഷം. വിമാനം തകർന്നു വീണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ കൊല്ലപ്പെട്ടു. അപകടം ബാരാമതിയിൽ ഇന്ന് രാവിലെ. വിമാനത്തിലുണ്ടായിരുന്നത് പവാർ അടക്കം 6 പേർ. PFI കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ് നടക്കുന്നത്. സംസ്ഥാനത്ത് 20ഓളം കേന്ദ്രങ്ങളിൽ. നിരോധിത സംഘടനയുടെ പ്രവർത്തനം രഹസ്യമായി നടക്കുന്നതായി സംശയം. ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. സർക്കാർ ജീവനക്കാരും പ്രതീക്ഷയിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ആവശ്യപ്പെടാനൊരുങ്ങി SIT. കുറ്റപത്രം തയ്യാറാക്കാൻ പ്രോസിക്യൂട്ടർമാരുടെ നിയമസഹായം വേണമെന്ന് തീരുമാനം. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. മൂന്നാം ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ആശ്വാസം. കേസിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഒടുവിൽ ഈ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായ ആദ്യത്തെ കേസാണത്. ഇതിനു മുൻപുള്ള കേസുകളിലൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടി എടുക്കാൻ പോലീസിനായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ജാമ്യം കൂടെ ലഭിക്കുമ്പോൾ എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ഈ കേസിൽ പോലീസിന് ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിരുന്നില്ലേ? മൂന്നാം ബലാത്സംഗ കേസും ആദ്യത്തേത് 2 കേസുകൾ പോലെ തന്നെയാണെന്നാണ് കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നത്. അതായത് മൂന്നാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം MLAക്ക് ജാമ്യം നൽകാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ഒരു കാരണം എന്ന് പറയുന്നത് ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് ചൂണ്ടിക്കാട്ടിയാണ്. ആ തരത്തിലാണ് ഇന്ന് കോടതിയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആവശ്യങ്ങൾ. ഏതായാലും 2 ആഴ്ചയിലധികമായിട്ട് ജയിലിൽ കഴിയുകയാണ് രാഹുൽ മാങ്കൂട്ടം. പരാതിക്കാരിയുമായി ഉഭയസമ്മത പ്രകാരമായിട്ടുള്ള ബന്ധമായിരുന്നു എന്ന് സ്ഥാപിക്കാനായിരുന്നു പ്രതിഭാഗത്തിന്റെ ശ്രമം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ജാമ്യം നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി വീണ്ടും പരിഗണിക്കുന്ന സാഹചര്യം കൂടി ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഈ മൂന്നാമത്തെ കേസിൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം സ്ഥിരം കുറ്റവാളി എന്നടക്കമുള്ള ആരോപണം ആദ്യ കേസിലെ അതിജീവിത സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതേ സാഹചര്യത്തിൽ ഓരോ കേസുകൾ പരിഗണിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടം നടത്തിയത് ഉഭയസമ്മത പ്രകാരമായിട്ടുള്ള ബന്ധമാണ്, സുഹൃത്ത് ബന്ധത്തിൽ നിന്നുണ്ടായതാണ്, അല്ലാതെ ലൈംഗിക ചൂഷണമോ പീഡനമോ ഉണ്ടായിട്ടില്ല, ഭീഷണിപ്പെടുത്തിയ നടക്കമുള്ളത് ഈ കേസ് നൽകിയ യുവതി നൽകിയ വ്യാജ പ്രതികരണമാണ് എന്നടക്കമുള്ളതാണ് പ്രതിഭാഗം വാദിച്ചിരുന്നത്. ഏതായാലും വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഇന്ന് ആദ്യം രാവിലെ തന്നെ കേസ് പരിഗണിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത്. ഏതായാലും 18 ദിവസം ജയിലിൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടം ഇന്ന് പുറത്തിറങ്ങാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റു കേസുകൾ കൂടി ഇനി പരിഗണിക്കേണ്ടതുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ നിലവിൽ ആശ്വാസകരമായ ഒരു സംഭവം തന്നെയാണ്. പിന്നീട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി അടക്കം 10ഓളം പേരെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്നടക്കം 1ാം കേസിലെ അതിജീവിത സത്യവാങ്മൂലത്തിൽ പോലും ആരോപിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം കാര്യമായി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അതീവ രഹസ്യമായി അവസാന ഘട്ടത്തിൽ പോലും മൂന്നാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായിരുന്നു. പോലീസ് വളരെ നാടകീയമായ നീക്കത്തിലൂടെയായിരുന്നു അറസ്റ്റ് ചെയ്തത്. അതിനുശേഷമാണ് റിമാൻഡിലേക്ക് കോടതി വിട്ടത്. ഇപ്പോൾ ജാമ്യം ലഭിച്ച സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഇനിയിപ്പോൾ പോലീസിന്റെ മുന്നോട്ടുള്ള നീക്കം എന്താണെന്ന് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ?
ഏതായാലും ഇതിൽ പ്രത്യേക അന്വേഷണ സംഘം കാര്യമായ അന്വേഷണം നടത്തി വരികയാണ്. ആദ്യ കേസിൽ തന്നെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ആദ്യത്തെ കേസിലെ അതിജീവിത കോടതി സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പല രീതിയിലുള്ള ഉപദ്രവം രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടെന്നും തെളിവ് സഹിതം ഫോട്ടോ അടക്കം പല കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അതിജീവിത നൽകിയിട്ടുണ്ട്. ഓരോ കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവം ഒരേ തരത്തിലാണ്. 3 കേസുകളും ഒരേ സാമ്യമുള്ള കേസുകളായതുകൊണ്ട് തന്നെ സ്ഥിരം കുറ്റവാളി എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ കോടതിയിൽ കേസെത്തുമ്പോൾ ഇത് ലൈംഗിക പീഡനം നടന്നിട്ടുണ്ട് എന്ന് ആരോപിക്കുന്നതല്ലാതെ കൃത്യമായി തെളിയിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ശരി, വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാമത്തെ ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. രണ്ടാഴ്ചയിലധികമായി രാഹുൽ ജയിലിൽ കഴിയുകയായിരുന്നു. പരാതിക്കാരുടെ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമെന്ന് സ്ഥാപിക്കാനാണ് പ്രതിഭാഗം ശ്രമിച്ചത്. ഇതിന് പിന്നാലെയാണ് രാഹുലിന് ജാമ്യം ലഭിച്ചത്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ഈ കേസിലും ജസ്റ്റിസ് കൗസർ എടഗപ്പയുടെ ബെഞ്ചാണ് ഹർജിയിൽ വിശദമായ വാദം കേൾക്കുന്നത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. രാഹുലിനെതിരെ അതിജീവിതയുടെ സത്യവാങ്മൂലവും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ പൊതുപ്രവർത്തകയായ ധന്യാരാമൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ധന്യാരാമൻ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ള ഈ ബലാത്സംഗ കേസിൽ 3ാമത്തെ ബലാത്സംഗ കേസ് നമുക്കറിയാം, ഈ ആദ്യ 2 കേസുകൾ വന്നെങ്കിൽ പോലും രാഹുലിനെ ഒന്ന് തൊടാൻ പോലും പോലീസിന് സാധിച്ചിരുന്നില്ല. എന്നാൽ 3ാമത്തെ കേസിലാണ് അതിവിദഗ്ധമായി പോലീസ് രാഹുലിനെ കൊടുക്കുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ രാഹുലിന് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ഈ കേസിൽ പ്രോസിക്യൂഷൻ ഈ പ്രതിഭാഗം സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് പരാതിക്കാരിയുമായി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമെന്നായിരുന്നു. അതുകൊണ്ട് മാത്രമായോ ഒരു വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമല്ലേ ഈ വിഷയങ്ങളിലൊക്കെയും നടന്നിട്ടുള്ളത്? നമ്മളത് നേരത്തെ ഡിസ്കസ് ചെയ്ത് വെച്ച ഒരു വിഷയമാണ്. കാരണം ഒരേ പാറ്റേണിലാണ് ഈ പുള്ളിക്കാരനെ എല്ലാ സ്ത്രീകളെയും ചീറ്റ് ചെയ്തിരിക്കുന്നത്, എല്ലാരെയും. അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അയാൾക്ക് സെക്ഷൽ കോണ്ടാക്ട് വേണം, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവണം, അയാൾക്ക് കുട്ടി വേണം. അപ്പോൾ ഇയാളെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലായതുകൊണ്ട് മറ്റുള്ളവരൊക്കെ മറ്റ് മതവിശ്വാസികളും ആയപ്പം വീട്ടിൽ സമ്മതിക്കത്തില്ല. അപ്പൊ പ്രഗ്നന്റ് ആണ്, കുട്ടിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കും. ഈ ഒരു പാറ്റേൺ ആണ് പുള്ളിക്കാരൻ എല്ലായിടത്തും ഉപയോഗിച്ചത്. പിന്നെ ഇയാൾക്കൊരു കുറ്റബോധമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഇനി 3 അല്ല ഇനി 10 കേസ് വന്നാൽ പോലും പുള്ളിക്കാരനൊരു കുറ്റബോധമില്ല. ഇങ്ങനത്തെ മനുഷ്യരൊക്കെ ജയിലിൽ കിടന്നാലും പുറത്തിറങ്ങിയാലും എന്താണ് അവർക്ക് മാറാൻ പറ്റത്തില്ല ഒരിക്കലും. അതൊരുതരം ജനിതക രോഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം നോർമലി എല്ലാ മനുഷ്യരും ചിലപ്പോൾ ഒരു അബദ്ധം പറ്റിയേക്കാം. പക്ഷെ അബദ്ധം പറ്റിയവരായാലും ഇനിയിപ്പോ ഒരാൾ കൊലയാളി ആയാൽ പോലും ചിലപ്പോൾ അവർ ജയിലിൽ കിടക്കുമ്പോൾ അവർക്കൊരു കുറ്റസമ്മതം നടത്തും. അവർ ഇനി ഞാൻ തെറ്റ് ആവർത്തിക്കില്ല എന്ന് പറയും. പക്ഷെ പുള്ളിയെ സംബന്ധിച്ച് രാഹുൽ അങ്ങനത്തെ ഒരു കാരണവശാലും പുള്ളിക്ക് ഇതൊന്നും ഒരു കുറ്റമായിട്ട് തോന്നുന്നതേ ഇല്ല. മാത്രമല്ല വീണ്ടും PR വർക്ക് ഉപയോഗിച്ച് ഈ പെൺകുട്ടികളെയൊക്കെ നിസ്സാരമാക്കാനാണ് ശ്രമിച്ചത്. ഇവരെയൊക്കെ മോശം ആൾക്കാരാണ്, ഇവർ ഇങ്ങോട്ട് വന്ന് ഉഭയസമ്മത പ്രകാരം ചെയ്തതാണ്, ഞാൻ അങ്ങനെ വിവാഹ വാഗ്ദാനം ഒന്നും നൽകിയിട്ടില്ല, ഈ രീതിയിലാണ്. അപ്പൊ അതത്രയും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഈ സിറ്റുവേഷനിൽ അവര് അത്രയും സ്ട്രോങ് ആയിട്ട് മുമ്പോട്ടേക്ക് പോയത് കൊണ്ട് മാത്രമാണ് കുറച്ചുനാളെങ്കിലും ഇപ്പൊ ഈ റിമാൻഡിലായത്. ഇല്ലെങ്കിൽ റിമാൻഡിലും ആകത്തില്ലായിരുന്നു. ഇനിയെങ്കിലും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ട് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. അത് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഇന്നൊരു കേസും കൂടെ കൺസിഡർ ചെയ്യും. അതെ, ഇന്ന് ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ഈ കേസിൽ അതിജീവിത പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം 10ഓളം പേരെ രാഹുൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ ആരോപിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഈ ഒരു ആരോപണം മാത്രമാകുമ്പോൾ തെളിവുകളില്ല എന്നുള്ളൊരു കാരണത്താൽ ഇത് തള്ളിപ്പോകാനുള്ള ഒരു സാഹചര്യവും ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഈ പോക്സോ കേസ് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. പോക്സോ കേസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടുതൽ സമയം കൊടുത്താൽ മാത്രമേ ആ കുട്ടിയുടെ മൊഴി എടുക്കേണ്ടി വരും, ആരാണെന്ന് അറിയേണ്ടി വരും, ഏത് സിറ്റുവേഷനിലാണ് അവർക്ക് മഹസറൊക്കെ തയ്യാറാക്കേണ്ടി വരും. ഇതെല്ലാം എനിക്ക് തോന്നുന്ന ഇത് ഇനി വീണ്ടും ഒരുപക്ഷെ ഈ കേസുകൾ ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഇതിനകത്ത് പോക്സോ വരുന്നുണ്ട്. കൊച്ചുകുട്ടി 18 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ വിഷയമായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇതിപ്പോ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് അവർക്ക് എന്തായാലും FIR ഇടാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് വീണ്ടും എൻക്വയറി ചെയ്യുകയോ അല്ലെങ്കിൽ കോടതി അത് കൺസിഡർ ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അതുകൊണ്ട് തന്നെ പെട്ടെന്ന് രാഹുലിന് അങ്ങനെ ഊരിപ്പോരാൻ പറ്റത്തില്ല. കാരണം ഇനിയും പരാതികൾ പുറകെ ഉണ്ട്. അത് സാധാരണ പരാതികളാണെങ്കിൽ പുള്ളി നേരത്തെ ട്രൈ ചെയ്ത പോലെയൊക്കെ ഒതുക്കാനൊക്കെ ശ്രമിക്കും. പക്ഷെ ഇതിലെ പോക്സോ കേസ് അങ്ങനെ എങ്ങനെ അതിനെ ഇവർ മാനേജ് ചെയ്യുന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്തായാലും അകത്താവും. പോക്സോ കേസ് ആയതുകൊണ്ട് എന്തായാലും പുള്ളിക്ക് ഇത് ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്രയും കാലം അന്നും ഇന്നും അദ്ദേഹത്തിന്റെ മനോനിലയ്ക്കോ അല്ലെങ്കിൽ മനോഭാവത്തിനോ ഒരു മാറ്റമില്ല എന്നുള്ളതാണ്. കുറ്റകൃത്യം ചെയ്തത് ഇയാള് ഇത് ഒരു പ്രിവിലേജ് പോലെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പോഴും കുറ്റബോധമില്ല. അപ്പൊ അതിനെയാണ് നമ്മളൊക്കെ ഭയക്കേണ്ടത്. കുറ്റബോധമില്ലാത്ത മനുഷ്യരാണ്. ജയിലിൽ കിടന്നാൽ പോലും കുറ്റബോധമില്ല. പക്ഷെ ഇതിനെത്ര അനുഭവിക്കുന്നത് ഈ പെൺകുട്ടികളാണ്. ഇപ്പൊ എത്ര വലിയ PR വർക്കാണ് ഇവിടെ നടന്നിരിക്കുന്നത് അറിയാമോ? സ്ത്രീകൾക്കെതിരായിട്ട് ഈ ഒരു വിഷയം വെച്ച് അതിഭീകരമായിട്ടാണ് ഇവിടെ PR വർക്ക് നടക്കുന്നത്. ഈ ഒരു പെൺകുട്ടി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1-2 പെൺകുട്ടികളുടെ ഇഷ്യൂസ് എടുത്തിട്ടിട്ട് ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞ് ബാക്കി എല്ലാ മനുഷ്യരെയും അവർ ആക്രമിക്കുകയാണ്. ഇന്ന് വരെ സ്ത്രീ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും അങ്ങ് റദ്ദ് ചെയ്യുന്ന രീതിയിലുള്ള PR വർക്കുകളാണ് ഇപ്പൊ നടക്കുന്നത്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എല്ലാ മനുഷ്യരും മുന്നിട്ടിറങ്ങി അതിനെ പ്രതിരോധിക്കണം എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ കേസ് അട്ടിമറിക്കാനുള്ളൊരു സാധ്യത കൂടെ ഇല്ലേ? ഉറപ്പായിട്ടും. ഇതൊക്കെ 7 വർഷത്തിന് മുകളിലേക്ക് ശിക്ഷിക്കുന്ന കേസല്ല. അതല്ലേ മേൽക്കോടതിയിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ജാമ്യം കിട്ടേണ്ട കേസുകളല്ലല്ലോ. എന്തായാലും 7 വർഷത്തിന് മേൽ ശിക്ഷിക്കപ്പെടേണ്ട കേസ് FIR-കളൊക്കെയല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ സാധ്യമാകുന്നുള്ളതും കൂടെ നോക്കേണ്ടതുണ്ട്. ഇയാളെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രതികളെ സ്വാധീനിക്കും. ഇപ്പൊ അകത്ത് കിടക്കുമ്പോ തന്നെ ഈ എന്തെല്ലാം വിഷയങ്ങൾ പുറത്തു നടന്നു. അതെല്ലാം വ്യക്തിമായിട്ടുള്ള പെൺകുട്ടിക്ക് തന്നെ അവരുടെ വോയിസിൽ ഒരു വീഡിയോ വരെ അവർ ചെയ്തിടേണ്ടി വന്നില്ലേ? ഒരു ചാറ്റൊക്കെ പുറത്തുവിട്ട്. അപ്പൊ അവര് പല രീതിയിൽ അത് സ്വാധീനിക്കാൻ ശ്രമിക്കും. വിക്ടിമിനെ ബ്ലെയിം ചെയ്യാൻ ശ്രമിക്കും. അവരാണ് കുറ്റക്കാരെന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കും. ഇത്രയും ആയ സ്ഥിതിക്ക് എന്തായാലും വെളിയിൽ ഇറങ്ങി അവര് എവിഡൻസ് നശിപ്പിക്കാനേ നോക്കത്തുള്ളൂ. അതിനുള്ള സ്വാധീനം അവർക്കുണ്ട്. കാരണം നമ്മൾ കണ്ടല്ലോ ആദ്യത്തെ 2 കേസിൽ എത്ര നാളാണ് അവരെ തൊടാൻ പറ്റിയില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തില്. പിന്നെ അതിനുശേഷം ഒളിവിൽ പോയ ശേഷം ഇത്രയും വലിയൊരു സ്ക്വാഡ് ഇറങ്ങിയിട്ട് പോലും, ഒരു വലിയ ടീം തന്നെ ഇറങ്ങിയിട്ട് പോലും കർണാടക സ്റ്റേറ്റിൽ പോയിട്ട് ഇത്രയും സേഫ് ആയിട്ട് അയാൾക്ക് ഇരിക്കാൻ സാധിച്ചില്ല ഇത്രയും ദിവസം. അപ്പൊ അതൊക്കെ ഇയാൾ എത്രമാത്രം സ്വാധീനമുള്ള ആളാണെന്ന് സൂചിപ്പിക്കുന്നതാണ്. അത് ഈ സ്റ്റേറ്റിൽ മാത്രമല്ല മറ്റു സ്റ്റേറ്റിലൊക്കെ ഇയാൾക്ക് നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ട് ഇത്തരം കേസുകൾ വീണ്ടും ഇയാൾക്ക് അങ്ങനെ പേടിയൊന്നും കാണത്തില്ല. ഇയാൾ കുറ്റകൃത്യം ആവർത്തിക്കാനേ സാധ്യതയുള്ളൂ. എവിഡൻസ് നശിപ്പിക്കുക തന്നെ ചെയ്യും. ശരി, വളരെയധികം നന്ദി ശ്രീമതി ധന്യരാമൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ അഭിഭാഷകനായ അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിഷ്ണു വിജയൻ, ഈ 3ാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ഈ കേസിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയല്ല ഈ ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരിയുമായി ഉഭയസമ്മത പ്രകാരമാണ് ഈ ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നാണ് പ്രതിഭാഗം വാദിക്കാൻ ശ്രമിച്ചത്. അത് വിജയിച്ചു എന്ന് വേണോ മനസ്സിലാക്കാൻ? ഒരുപക്ഷെ ഈ വിവാഹ വാഗ്ദാനം നൽകിയാണ് തന്നെ പീഡിപ്പിച്ചത് എന്നുള്ള ഈ ഇരയുടെ വാദം അത് അംഗീകരിക്കപ്പെടാതെ പോവുകയാണോ ഉണ്ടായത്? ഇവിടെ ഈ ഒരു കേസുമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട് യോജിപ്പുണ്ടാകാം, വിയോജിപ്പുണ്ടാകാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഒരാളാവാം, അല്ലാതെയാകാം. അത് 2ാമത്തെ കാര്യമാണ്. പക്ഷെ നമ്മൾ നിയമപരമായിട്ട് നോക്കുമ്പോൾ ഈ പരാതിയിൽ യാതൊരു വിധമായ പ്രൊസീജിയറും പ്രോസിക്യൂഷനോ പോലീസോ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റേപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിമൻ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം എടുക്കുന്ന കേസിൽ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, ഇരയാക്കപ്പെടുന്ന ആളിന്റെ മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് അവിടെ ഈ കേസിലില്ല. 2, 164 സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന മൊഴി അത് ഈ സ്റ്റേറ്റ്മെന്റിൽ ഇല്ല. ഇവിടെ ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല, ഈ പറയുന്ന പരാതിക്കാരി നേരിട്ടെത്തുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാതിയിൽ ഒപ്പിടുകയോ ചെയ്തിട്ടില്ല. ആകെപ്പാടെ ഉള്ളത് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറും അതോടൊപ്പം തന്നെ മഹസർ പറയുന്ന മൊഴികൾ മാത്രമാണുള്ളത്. ഇത് വെച്ച് ഒരിക്കലും നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം പ്രകാരം ഒരാളെ കുറ്റക്കാരനാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം വളരെ അതിശയോക്തിപരമാണ്. ഇത്രയും ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നത് തന്നെ ഒരു അതിശയോക്തിപരമായ ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ. അല്ല, ഇങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള പോലീസിന്റെ നടപടികൾ എങ്ങനെയാകും? ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ ഹാജരാക്കുകയോ അല്ലെങ്കിൽ പോലീസ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഒരു പരാതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുവരെയായിട്ട് നമ്മുടെ രാജ്യത്ത് ഒരു നിയമമുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്. അപ്പോൾ നിയമവ്യവസ്ഥക്കെതിരായിട്ട്, അതായത് രാഷ്ട്രീയമായിട്ട് വിയോജിക്കാം അല്ലെങ്കിൽ അനുയോജിക്കാം. പക്ഷെ ഈ ഒരു കേസ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതുവരെയായിട്ടും 164 മൊഴി പോലും കൊടുത്തിട്ടില്ല.
അതായത് പോലീസിന് കൊടുക്കുന്ന മൊഴിക്ക് യഥാർത്ഥത്തിൽ നിയമസാധ്യതയുടെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിന്റെ ആധികാരികത അല്ലെങ്കിൽ അതിന്റെ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുക്കുമ്പോൾ മാത്രമാണ് അതിന്റെ ഒരു ആധികാരികത വരുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ, അതായത് നമുക്കറിയാം, നമ്മളിതിൽ കാണേണ്ടതായ കാര്യം, എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറയുന്ന മൊഴി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ക്രൈംബ്രാഞ്ച് DIG ആണ്. അതായത് ഈ കേരള ചരിത്രത്തിൽ ആദ്യമായിരിക്കാം ഒരു ക്രൈംബ്രാഞ്ച് DIG എന്ത് ചെയ്യുന്നത്, ഒരു പരാതിക്കാരിയിൽ നിന്ന് നേരിട്ട് അവരുടെ പേരിൽ മൊഴിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കേസ്, അത് പരാതിക്കാരിക്ക് ഇങ്ങനത്തെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരാതിക്കാരിയായിട്ട് മുമ്പോട്ട് വരണം, അല്ലെങ്കിൽ അത് നിയമപരമായിട്ട് ചെയ്യണം. അതിന് ആരും തടസ്സം നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ആരും അദ്ദേഹത്തെ. പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്കെതിരായിട്ട് ഒരു പ്രവർത്തനമായിട്ടും ഇതിനെ കാണേണ്ടതായിട്ട് വരും. കാര്യം ഇതിന്റെ നമ്മൾ മൊഴികൾ പരിശോധിക്കുമ്പോൾ ഇതുവരെയായിട്ടും എന്ത് ചെയ്തിട്ടില്ല, മെഡിക്കൽ പരിശോധന പോലും നടത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കോടതിക്ക് അയാൾക്ക് ജാമ്യം കൊടുക്കാതിരിക്കാൻ പറ്റുന്നത്? ഇനിയിപ്പോൾ തുടർന്നുള്ളൊരു നടപടി എന്നുള്ള നിലയ്ക്ക് ഇന്നിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒന്നാമത്തെ ബലാത്സംഗ കേസിലും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. ഈ ഒരു കേസിൽ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയടക്കം 10ഓളം പേരെ രാഹുൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലല്ലോ, അവർക്ക് പരാതി കൊടുക്കാമല്ലോ, അവർക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. അവരിപ്പം ഒരാളിരുന്ന് മാധ്യമ ചർച്ചയിൽ വന്നിരുന്ന പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ വിചാരണ സംവിധാനം നടത്തുന്നത് മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളോ അല്ല. ഇവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാം, പോലീസിനെ സമീപിക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അല്ലാതെ നമ്മൾ കുറെ ആളുകളുടെ പരാതി ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ എഴുതി കാണിച്ചത് കൊണ്ടോ ഒന്നും തന്നെ ഇവിടെ നാട്ടിലെ നിയമ സംവിധാനത്തിനോ നിയമവ്യവസ്ഥയ്ക്ക് അനുയോജ്യമായി നിന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാതെ ഇത്തരത്തിൽ ആരോപണങ്ങൾ കൊണ്ട് മാത്രം ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് വധശിക്ഷയോ അല്ലെങ്കിൽ ശിക്ഷയോ നടപ്പിലാക്കാൻ കഴിയില്ല. അതായത് ഈ ഒന്നാമത്തെ കേസിൽ അപ്പോൾ ഒരുപക്ഷെ രാഹുലിന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജാമ്യം ലഭിച്ചേക്കാം. കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്, കോടതിയുടെ ഡിസിഷൻ കോടതിയാണ് എടുക്കേണ്ടത്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇവിടെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ മൂന്നാമത്തെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ കേസിന്റെ ആധികാരികമായിട്ടുള്ള ഒരു രേഖകളും അല്ലെങ്കിൽ കൃത്യതയാണോ എന്നുള്ള കാര്യം വളരെ അതിശയോക്തിപരമാണ്. ആ കേസ് അന്വേഷണം ഈ പറയുന്ന രീതിയിൽ, അതായത് തന്നെ ഈ FIR മുതൽ തന്നെ അത് കാര്യങ്ങൾ കൃത്യമായിട്ട് കോടതികൾ ഇനി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ ഡിസ്ചാർജ് പെറ്റീഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന FIR കോഷ് ചെയ്യാനോ കോടതിയിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ സമാധാനം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മൂന്നാം ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. കർശന ഉപാധികളോടെയാണ് ഈ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഇടവേള. നവംബർ 7 ദേശീയ ക്യാൻസർ അവബോധ ദിനമായാണ് ആചരിക്കുന്നത്. ക്യാൻസർ സാധ്യതകൾ, പ്രതിരോധം, മുൻകൂട്ടി കണ്ടെത്തുന്നതിന്റെ ഗുണങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം അവബോധം വളർത്തുകയാണ് ഈ ദിനത്തിന്റെ പ്രാധാന്യം. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, പുകയില ഉപയോഗം, മോശം ഭക്ഷണശീലങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ ക്യാൻസർ ബാധിക്കാനുള്ള സാധ്യത കൂട്ടുന്നതാണ്. ദേശീയ ക്യാൻസർ അവബോധ ദിനം ഔദ്യോഗികമായി അംഗീകരിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. 2014 അന്നത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രിയായിരുന്ന ഡോക്ടർ ഹർഷവർദ്ധനാണ് ആദ്യമായി ഈ ദിനം അവതരിപ്പിച്ചത്. രാജ്യത്ത് ഓരോ വർഷവും ഏകദേശം 8 ലക്ഷം പുതിയ ക്യാൻസർ കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ ക്യാൻസറുകളിൽ പലതും നേരത്തെയുള്ള കണ്ടെത്തൽ വഴി തടയാൻ സാധിക്കുന്നതുമാണ്. പ്രാരംഭഘട്ടത്തിൽ രോഗം തിരിച്ചറിയുന്നത് സമയബന്ധിതവും ഫലപ്രദവുമായ ചികിത്സയ്ക്ക് സഹായിക്കും. ഇന്ത്യയിൽ ഏറ്റവും സാധാരണമായ ക്യാൻസറുകൾ സ്തനാർബുദം, ഗർഭാശയ അർബുദം, ഓറൽ ക്യാൻസർ, ശ്വാസകോശ അർബുദം തുടങ്ങിയവയാണ്. സ്തനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ പരിശോധിച്ചാൽ സ്തനത്തിലോ കക്ഷത്തിലോ മുഴ കാണപ്പെടുന്നതോ, സ്തനങ്ങളുടെ വലിപ്പത്തിലോ ആകൃതിയിലോ ചർമ്മത്തിലോ ഉള്ള മാറ്റങ്ങളോ, മുലക്കണ്ണിൽ നിന്നും വരുന്ന ഡിസ്ചാർജോ അർബുദത്തിന്റെ ലക്ഷണമായി കരുതണം. സെർവിക്കൽ ക്യാൻസർ ലക്ഷണത്തിൽ യോനിയിൽ അസാധാരണമായ രക്തസ്രാവവും അസാധാരണമായ ഡിസ്ചാർജും സംഭവിക്കും. വായിൽ അസാധാരണമായ മുറിവോ വെള്ളയും ചുവപ്പും നിറത്തിലുള്ള പാടുകൾ കാണുകയോ ചെയ്താൽ ഓറൽ ക്യാൻസർ ആണോ എന്ന് പരിശോധിക്കണം. കടുത്ത ചുമയും കഫത്തിൽ രക്തം കാണപ്പെടുന്നതും ശ്വാസമുട്ടൽ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്വാസകോശ അർബുദത്തിൻ്റെതായി പരിശോധിക്കണം. കൃത്യമായി കണ്ടെത്തലിലൂടെയും പരിശോധനയിലൂടെയും ക്യാൻസറിനെ പൊരുതി തോൽപ്പിക്കാം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയെ വ്യക്തിപരമായി അധിക്ഷേപം നടത്തിയ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ നിയമസഭയിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ്. മന്ത്രിയെ പൊതുമധ്യത്തിൽ അപമാനിച്ചതിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് CPM MLA വി ജോയിയാണ് പരാതി നൽകിയത്. നിയമസഭയിൽ അടിവസ്ത്രം പുറത്തു കാണിച്ച് ഡെസ്കിന് മുകളിൽ കയറി നിന്ന് അസംബന്ധം മുഴുവൻ പറഞ്ഞ ഒരുത്തരാണ് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ വരുന്നതെന്നായിരുന്നു VD സതീശന്റെ പരാമർശം.
മന്ത്രി പി രാജീവ് ദാവോസിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്തത് വൈറ്റ് ബാഡ്ജ് ഇല്ലാതെ എന്ന് RSP നേതാവ് ഷിബു ബേബി ജോൺ. വൈറ്റ് ബാഡ്ജ് ഉണ്ടെങ്കിൽ മാത്രമാണ് സമിറ്റിൽ ഔദ്യോഗിക പ്രതിനിധിയാകാൻ സാധിക്കുക. വൈറ്റ് ബാഡ്ജ് ഉണ്ടായിരുന്നില്ലെന്നാണ് ലഭിച്ച വിവരമെന്നും അതില്ലാത്ത പക്ഷം കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നും ഷിബു ബേബി ജോൺ ആരോപിച്ചു. വേൾഡ് എക്കണോമിക് സമ്മിറ്റിൽ പോകാൻ വേണ്ടി പറയുമ്പോൾ ഔദ്യോഗിക യാത്രകൾക്ക് മുൻകൂർ സെൻട്രൽ ഗവൺമെന്റ് പെർമിഷൻ വേണം. സെൻട്രൽ ഗവൺമെന്റ് പെർമിഷൻ കൊടുത്തുകൊണ്ടാണ് യാത്ര ചെയ്തത്. എന്നാൽ ഇതില്ലാതെ കൊടുത്തെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഇത് അറിഞ്ഞുകൊണ്ട് അതിന് കൂട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനെ പറ്റിച്ചിരിക്കുന്നു. ആദ്യം പറഞ്ഞതിനാണ് സാധ്യത. കാരണം എല്ലാ കാര്യത്തിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇപ്പൊ ഉണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ടായിരിക്കണം. എന്തായാലും ഗവൺമെന്റ് വിശദീകരിക്കട്ടെ. എന്റെ അന്വേഷണത്തിൽ വൈറ്റ് ബാഡ്ജ് ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അന്നേരം പിന്നെ ഇങ്ങനെ ഒരു പ്രഹസനം, ഇത്രയും ഒരു ഗവൺമെന്റ് ഏറ്റവും സുപ്രധാനമായ ദിനങ്ങളാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ദിനങ്ങൾ. അവിടെ ചീഫ് സെക്രട്ടറി അടക്കം മന്ത്രി അടക്കം ഡെലിഗേഷൻ അടക്കം പോയി ഒരു അർത്ഥത്തിൽ പറഞ്ഞ എല്ലാം കണ്ട്, പണ്ട് മുഖ്യമന്ത്രി പോയി റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ ഇതിന് സമാനമായ നിലയിലേക്ക് ഇത്തവണ പോവുകയും കേരളത്തിൽ വന്ന് ഈ പൊള്ളയായ വാഗ്ദാനങ്ങൾ എങ്ങനെ നൽകാൻ സാധിക്കുന്നു? അതാണ് ഈ പോകുന്നവർക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ. കഴിഞ്ഞ തവണ ഒപ്പിട്ട സിഫി ഇത്തവണ വീണ്ടും എങ്ങനെ ഒപ്പിട്ടു? അതല്ലേ പറയേണ്ടത്. ഇത് കേരള ജനതയെ വിഡ്ഢികളാക്കാം എന്നുള്ള ബോധ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് അനുമാനിക്കേണ്ടത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. രാവിലെ അജിത് പവാർ സഞ്ചരിച്ച സ്വകാര്യ വിമാനം തകർന്നു വീണാണ് അപകടമുണ്ടായത്. മഹാരാഷ്ട്രയിലെ ബരാമതിയിലായിരുന്നു അപകടം. എമർജൻസി ലാൻഡിങ്ങിനിടെയാണ് ദുരന്തം. അജിത് പവാറിനൊപ്പമുണ്ടായിരുന്ന 5 പേരും അപകടത്തിൽ മരിച്ചതായാണ് വിവരം. NCP ശരത് പവാർ പാർട്ടി പിളർന്ന് NCP അജിത് പവാർ എന്ന പുതിയ പാർട്ടിയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ജില്ലാ കൌൺസിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുംബൈയിൽ നിന്ന് ബരാമതിയിലേക്ക് വിമാനത്തിൽ പോകുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. ബരാമതിയിൽ 4 പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യാനാണ് അദ്ദേഹവും സംഘവും പുറപ്പെട്ടത്. വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ നിയന്ത്രണം വിട്ട് കുന്നിൻ ചെരുവിൽ ഇടിച്ചു തകരുകയായിരുന്നു. രാവിലെ 8:10 മുംബൈയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം 8:45 അപകടത്തിൽപ്പെട്ടു. 6 മുതൽ 8 പേർക്ക് വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ലിയർജെറ്റ് 45 വിമാനം ചാർട്ട് ചെയ്താണ് പുറപ്പെട്ടത്. വിമാനത്തിൽ അജിത് പവാറിന് പുറമെ 2 പൈലറ്റുമാരും 2 സുരക്ഷാ ജീവനക്കാരും ഉണ്ടായിരുന്നു. അപകടത്തിൽ വിമാനം പൂർണ്ണമായി കത്തിനശിച്ച ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ചുറ്റും ചിതറിക്കിടക്കുന്നു. പ്രദേശത്ത് തീയും പുകയും ഉയർന്നിട്ടുണ്ട്. വിമാനത്തിനുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളാണ് അപകട കാരണമെന്നാണ് സൂചന. പൈലറ്റ് അടിയന്തരമായി ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണം നഷ്ടപ്പെട്ടതാകാം അപകട കാരണമെന്നാണ് കരുതുന്നത്. ബ്ലാക്ക് ബോക്സ് വീണ്ടെടുത്താൽ മാത്രമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ വിളിച്ച് അപകടത്തെക്കുറിച്ച് ആരാഞ്ഞു. സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ് അജിത് പവാർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ആവശ്യപ്പെടാൻ ഒരുങ്ങി SIT. ഇതിനായി 2 അംഗങ്ങളുടെ പാനൽ കൈമാറും. ലോകായുക്ത പ്രോസിക്യൂട്ടർ ചന്ദ്രശേഖരൻ നായർ, വിജിലൻസ് സ്പെഷ്യൽ GPA രാജേഷ് എന്നിവരാണ് ലിസ്റ്റിലുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുന്നതിനിടെയാണ് SIT പുതിയ നീക്കവുമായി എത്തുന്നത്. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ആവശ്യപ്പെടാനാണ് SIT തീരുമാനം. കുറ്റപത്രം കാര്യക്ഷമമാക്കാൻ പ്രോസിക്യൂട്ടർമാരുടെ നിയമസഹായം വേണമെന്ന് SIT അറിയിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥ വീഴ്ച തെളിയിക്കാൻ കൂടുതൽ നിയമസഹായം വേണമെന്നും ആവശ്യപ്പെട്ടു. ലോകായുക്ത പ്രോസിക്യൂട്ടർ ചന്ദ്രശേഖരൻ നായർ, വിജിലൻസ് സ്പെഷ്യൽ GPA രാജേഷ് എന്നിവരെയാണ് SITയുടെ പട്ടികയിൽ ചേർത്തിട്ടുള്ളത്. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക പാളി കേസിലും പ്രത്യേകം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ നിയമിക്കാനുള്ള സാധ്യത തേടുന്നുണ്ട്. ഹൈക്കോടതിയെ അറിയിച്ച ശേഷമായിരിക്കും തീരുമാനം. പ്രതിഭാഗത്ത് ഹാജരാകുന്നത് 2 മുൻ ഹൈക്കോടതി ജഡ്ജിമാരടക്കം പ്രമുഖരുടെ അഭിഭാഷക നിരയാണ്. അതിനാൽ കുറ്റപത്രം പഴുതടച്ച് തയ്യാറാക്കാനാണ് SIT ശ്രമിക്കുന്നത്. അതേസമയം കുറ്റപത്രം ഇനിയും വൈകിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള കേസിലെ പ്രതികൾ സ്വാഭാവിക ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തുവരും. ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ തന്നെ കുറ്റപത്രം നൽകാനാണ് SITയുടെ നീക്കം. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. PFI കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ്. സംസ്ഥാനത്ത് 20ഓളം കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. നിരോധിച്ച PFIയുടെ രഹസ്യമായ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന സംശയത്തിലാണ് റെയ്ഡ്. മണികണ്ഠൻ വരവൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മണികണ്ഠൻ, എവിടെയൊക്കെയാണ് ഈ റെയ്ഡ് നടക്കുന്നത്? നിലവിൽ ഈ പോലീസിന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ? കേരളത്തിൽ സംസ്ഥാനത്തിൽ 3 ജില്ലകളിലായാണ് എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് PFI കേന്ദ്രങ്ങളിൽ ഇപ്പോൾ NIA റെയ്ഡ് നടക്കുന്നത്. അതേപോലെ ചാവക്കാട്, തൃശൂർ ജില്ലയിൽ ചാവക്കാട്, പാലയൂരിലാണ് NIA റെയ്ഡ് ഇന്ന് കാലത്ത് മുതൽ നടക്കുന്നത്. SDPI നേതാവ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിലാണ്
റെയ്ഡ് നടക്കുന്നത്. സംസ്ഥാനത്ത് 20ഓളം കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ഈ PFI പ്രവർത്തകരുടെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. നിരോധിച്ച PFIയുടെ രഹസ്യ പ്രവർത്തനങ്ങൾ ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള സംശയത്തിലാണ് റെയ്ഡുകൾ ഇപ്പോൾ നടക്കുന്നത്. PFIയുടെ തൃശ്ശൂരിലെ വലിയൊരു ശക്തി കേന്ദ്രം കൂടിയാണ് ചാവക്കാട്. അതുകൊണ്ട് ഇതിനു മുൻപും NIA ചാവക്കാട് റെയ്ഡുകൾ നടത്തിയിരുന്നു. ഇന്നിപ്പോ വൈകുന്നേരം രാവിലെ തുടങ്ങിയ റെയ്ഡ് വൈകുന്നേരമാണ് അവസാനിക്കുന്നത്. വൈകുന്നേരം ആയാലാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ പുറത്ത് അറിയാൻ പറ്റുകയുള്ളൂ. ശരി, മണികണ്ഠൻ വരവൂരാണ് വിവരങ്ങൾ നൽകിയത്. PFI കേന്ദ്രങ്ങളിലാണ് NIAയുടെ റെയ്ഡ് നടക്കുന്നത്. സംസ്ഥാനത്ത് 20ഓളം കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ട് എന്നാണ് സൂചന. നിരോധിച്ച PFIയുടെ രഹസ്യമായ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന സംശയത്തിലാണ് റെയ്ഡ് നടക്കുന്നത്. സംസ്ഥാന ബജറ്റ് നാളെ. രണ്ടാം LDF സർക്കാരിന്റെ അവസാന ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ നാളെ അവതരിപ്പിക്കുക. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ അവതരിപ്പിക്കപ്പെടുന്ന ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ബിനോയ് കൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബിനോയ്, ഈ ഇടത് സർക്കാരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ഒരു അവസാന പടിയായി ഈ ബജറ്റ് മാറുകയാണ്. നാളത്തെ ബജറ്റിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? തീർച്ചയായും ആവണി, ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനി ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം തുടർന്ന് ഈ സർക്കാരിന് ഭരിക്കാൻ സാധിച്ചാൽ, LDF നയിക്കുന്ന സർക്കാരിന് ഭരിക്കാൻ സാധിച്ചാൽ മാത്രം പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒരു ബജറ്റിന്റെ പ്രഖ്യാപനമാണ് നാളെ എന്നതുകൊണ്ട് അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമല്ല, ഈ സഭാ സമ്മേളന കാലാവധിയിൽ അതായത് നാളെ ബജറ്റിന്റെ അവതരണം നടത്തുന്നു. ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ ബജറ്റിന്റെ പൊതുചർച്ച. 6 മുതൽ മാർച്ച് 22 വരെ, ഫെബ്രുവരി 6 തൊട്ട് മാർച്ച് 22 വരെ സഭയില്ല. ഈ സമയത്ത് സബ് കമ്മിറ്റികളുടെയൊക്കെ യോഗം ചേരുന്നുണ്ടാവും. ധനാഭ്യർത്ഥനകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. അതിനുശേഷം ഫെബ്രുവരി 24 മുതൽ മാർച്ച് 19 വരെയുള്ള 13 ദിവസങ്ങളിൽ 2026-27 വർഷത്തെ ധനാഭ്യർത്ഥനകൾ പാസ്സാക്കലുണ്ടാവും. 2025-26 വർഷത്തെ അന്തിമ ഉപധനാഭ്യർത്ഥനകളെ സംബന്ധിച്ചതും അതുപോലെ 2026-27 വർഷത്തെ ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള ധനവിനിയോഗ ബില്ലുകൾ ഇതൊക്കെ ഈ സമ്മേളനത്തിൽ പാസ്സാക്കും. എന്തായാലും ഈ നടപടിക്രമങ്ങളെല്ലാം നടക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബജറ്റ് ഇനി ബജറ്റിന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിൽ ജനപ്രിയമായിരിക്കണം ബജറ്റ് എന്നുള്ള കാര്യത്തിൽ സർക്കാരിന് ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകാൻ സാധ്യതയില്ല. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പല കാര്യങ്ങളിലും, പ്രത്യേകിച്ചും ഇടത്തരക്കാരുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇളവുകളോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബജറ്റാവും പ്രഖ്യാപിക്കുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കണ്ടറിയേണ്ടതുണ്ട്. ഇതിൽ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഒരു മറുപടി നേരത്തെ തന്നെ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ടാകും. കാരണം ജനപ്രിയ ബജറ്റ് പ്രഖ്യാപിക്കുമെന്നും അതോടൊപ്പം തന്നെ ഇത് തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ കണ്ടാണ് എന്നും പറയാൻ പ്രതിപക്ഷം കണക്കുകൂട്ടിയിരിക്കുന്നുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. ആവണി. ശരി, ബിനോയ് കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ബജറ്റ് നാളെ അവതരിപ്പിക്കുകയാണ്. രണ്ടാം LDF സർക്കാരിന്റെ അവസാന ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ നാളെ അവതരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നതിനാൽ തന്നെ ഈ ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷകൾ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.